ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഗ്രാനി 3 എസ്കേപ്പിൻ്റെ അവസാനം ഒരു കിടിലൻ ടിസ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കണ്ടോളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കല്ലേ. എന്നാൽ ലെറ്റ്സ് ഗോ ഗൈസ്, ദ ഗെയിം സ്റ്റാർട്ട് നൗ. അങ്ങനെ ഞാൻ ലോക്കൊക്കെ തുറന്ന് മുകളിലോട്ട് കയറി വരികയാണ്. ഞാൻ മുകളിൽ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നേരെ പോയത് ഗ്രാനിയുടെ മുന്നിലാണ്, ബട്ട് ഗ്രാനി നമ്മളെ കണ്ടില്ല. ഞാൻ ഇവിടുത്തെ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട്, അത് നോക്കുകയാണ്, അതിലൊന്നുമില്ല. പിന്നെ അവിടെ ഒരു സ്റ്റൂൾ പോലൊരു സംഭവം ഉണ്ട്, അതിൽ നോക്കി അതിലൊന്നും കാണാനില്ല. പിന്നെ ഞാൻ നേരെ പോണ കിച്ചണിലേക്കാണ്. ഈ ഇളമാറൊക്കെ ഞാൻ ചെക്ക് ചെയ്തു, ഒന്നും കാണാനില്ല. ഇവിടെ അങ്ങനെ അധികം വെക്കാറൊന്നുമില്ല. ഇതിലും ചെക്ക് ചെയ്തപ്പോൾ എനിക്കൊരു മരക്കഷ്ണം കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു അത്യാവശ്യമാണ്, അത് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. ഇതിൽ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് വെപ്പൻ കീ കിട്ടിയിട്ടുണ്ട്, ഇതാണ് നമുക്ക് മെയിൻ ആവശ്യം. ഗ്രാനിയുടെ കണ്ണിൽപ്പെടാതെ ഞാൻ വേഗം മുകളിലേക്കാണ് പോകുന്നത്. ഇവിടെയാണത് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഈ ഒരു ഷൂട്ട് ചെയ്യണ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് പാഡ്ലോക്ക് ചെയ്യാനുള്ളത്, ഇതിലൊന്നുമില്ല. നേരെ ഇതിലുണ്ടോ നോക്കി, ഇതിലും അവരൊന്നും വെച്ചിട്ടില്ല. ഇവിടെ ഒന്നും ഗ്രാനിനെ കാണാനില്ല. ഞാൻ നേരെ പോണത് പുറത്തേക്കാണ്. അവിടെ സ്റ്റോൺ ഉണ്ട്, അപ്പോൾ നമുക്ക് സ്റ്റോണ് പെറുക്കണം, അതാണ് ഇതിൻ്റെ ഇത്. അങ്ങനെ 2 കല്ലാണ് ഇപ്പോൾ എടുക്കുന്നത്. ഒന്ന് നമുക്കൊരു ഗ്ലാസ് പൊട്ടിക്കാനും ഒന്ന് നമ്മളെ ഗ്രാനിയുടെ തലമണ്ട പൊട്ടിക്കാനുമാണ്. ഗ്രാനിയുടെ മുന്നിൽ പെടുകയാണെങ്കിൽ മാത്രം ഞാൻ അത് യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വേണ്ടിയിട്ട് എടുക്കും. ഇവിടെ അതിന് ഇതുകൊണ്ട് ഒരു വട്ട ഉപയോഗമുള്ളൂ. ഗ്രാനി കാണാതെ പോവാണ്. കാറിൻ്റെ ഡിക്കിയിൽ അവരെന്തെങ്കിലും വെക്കാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം അവരൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഈ വഴിയിലൂടെ ഗ്രാനിയുടെ കണ്ണിൽപ്പെടാതെ വേണം പോവാൻ. എനിക്ക് ഏറ്റവും താഴെയാണ് പോകുന്നത്. ഗ്രാനി വന്നിട്ട് പോയി തോന്നുന്നു, ചെക്ക് ചെയ്ത് പോയിക്കണു. അപ്പോൾ ഇവിടെ ഗ്രാനി ഇല്ല. ഇവിടെയാണ് അത് ഉപയോഗിക്കുന്നത്. ഞാനത് പൊട്ടിച്ചു വേഗം ഇതൊക്കെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഫ്യൂസ് കിട്ടി, പിന്നെ ക്ലൗ ബാറും കിട്ടി. ആദ്യം നമുക്ക് ക്ലൗ ബാറും കൊണ്ട് വെച്ചിട്ട് നമുക്ക് യൂസ് ഉണ്ട്. ഈ ഡോർ തുറന്നുള്ള ഒരു മണി സൗണ്ട് ഉണ്ട്, അത് ഗ്രാനിക്കുള്ളൊരു സിമ്പലാണ്, ഒരു അടയാളമാണ്. ഞാൻ അത് ആ ഡോർ ജനാല പോലെ സംഭവം ഉന്തി തിരിയാൻ നോക്കും ഗ്രാനി വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ഗൈസ്, ഗ്രാനി വരുന്നുണ്ട്, നമ്മളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഈ ഒരു വഴിയിലൂടെ ഉള്ളിൽ കുറച്ച് കയറിയിട്ടുണ്ടാണ്. ഗ്രാനി ആ ഡോറ് ഞാൻ ബെല്ല് കൊണ്ട് ഇതാക്കില്ല, അതിന് അവിടേക്കാണോ പോകണമെന്ന് അറിയത്തില്ല. ഞാൻ കുറേ കൗബാറ് നിലത്തേക്കിട്ട് എടുത്തു, അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുമല്ലോ. അപ്പോൾ ആ ചോര ബാറ്റുമായി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാനിമ പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും അവിടെ പോവാം. ഞങ്ങൾ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുടുക്കാളെ വെക്കുമെന്ന് അറിയത്തില്ല, നോക്കി നോക്കാം. ജസ്റ്റ് കണ്ട നമ്മൾ കാലുമ കുടുക്കാനുള്ള സാധനം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കേബിളാണ് കിട്ടിയിട്ടുള്ളത്. ഗൈസിൻ്റെ കാല് കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ വേഗം മുന്നോട്ട് പോകണോ അതോ ബാക്കിലോട്ട് പോകണോ വിചാരിച്ചിട്ട്, അപ്പം ഞാൻ ബാക്കിലോട്ട് പോയി ഈ ഒരു സീക്രട്ട് വഴിയിലൂടെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് പോയി ഈ വാതിൽ കുറേ നേരം അടക്കം തുറക്കുകയൊക്കെ ചെയ്തു. ഗ്രാനി വരാൻ വേണ്ടിയിട്ടാണ്. ആ കാണാനാണ് ബെല്ല്. നമ്മൾ തുറക്കുമ്പോഴും അടക്കുമ്പോഴും ആ ഡോർ ആ ബെല്ലുമ്പോൾ തട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാവണതാണ്. അപ്പോൾ ഗ്രാനി വന്നോക്കണോ എന്നറിയില്ല. ഞാൻ കുറച്ചധികം മറവിൽ നിന്നിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. സൗണ്ട് ഉണ്ടാക്കാതെ നമുക്കിവിടെ നിൽക്കാം. ഗ്രാനി വന്നിക്കണോ, നമ്മളൊരു കുടുക്കാതെ സംഭവം ഇട്ട് പോയി. അപ്പോഴത്തേക്കും കൗബാർ നിലത്തേക്ക് വിട്ടു. വേണ്ട ഗ്രാനി അവിടെ
കുടുക്കിട്ടിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഗ്രാൻഡ് പിന്നാലെ പോകണം, അല്ലാതെ നടക്കത്തില്ല. നമ്മൾ ആ കാലിൽ തട്ടാതെയാണ് ഞാൻ പോകുന്നത്. ഇവിടെ ആ തള്ള പിന്നിട്ടിക്കണം. ഇതൊന്ന് കാലിൽ തട്ടാതെ വേണം നമ്മൾ പോവാൻ. ഇപ്പോൾ ഗ്രാനി പോയിട്ടുണ്ട്. ഇവിടെ അവളൊന്നുമില്ല, ഒരു അസ്ഥി കൂടെ ഉണ്ട്. നേരെ പോയത് ഗ്രാൻഡ് മുന്നിൽ കയറിയ വേഗം ഒളിക്കാൻ വേണ്ടിയിട്ടപ്പോൾ പോകുന്നത്. ഇതെന്തായാലും നമ്മളെ കാലിൽ തട്ടും. ഞാൻ വേഗം ഇത് മാറ്റി എന്നിട്ട് വേഗം ആ സീക്രട്ട് വൈയുടെ ഉള്ളിലോട്ട് പിന്നെ ഞാൻ കയറിയിട്ടുണ്ട്. വരുമോന്ന് അറിയത്തില്ല. ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഗ്രാനി വന്നു. ഗ്രാനി പോയിന്ന് വിചാരിക്കുന്നു ഗൈസ്. പിന്നെ അവിടെ കൊടുക്കിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഗ്രാനി അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇട്ടുകൂടോ, ഇവിടെ ഇട്ടുകൂടോ. എന്നാലും കാഴ് തട്ടാതെ ഞാൻ നീച്ചിൽ പോന്നിട്ടുണ്ട്. ഞാൻ പതുക്കെ അവിടെ ഗ്രാനിയൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കിച്ചൺ വഴി മുകളിലോട്ട് പോകാനുള്ളൊരു വഴിയുണ്ട്. കാരണം അവിടെ ഒരു ചെറിയ ഈ കാണുന്ന ലിഫ്റ്റ് ഉണ്ട്. ഈ ലിഫ്റ്റിൽ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ആ ലിഫ്റ്റിൽ എന്നെ കൂട്ടാതെ കയറിപ്പോയി. ഞാൻ ഇത് ഗ്രാനി വരുമെന്ന് പെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു. ഇനി ആ ലിഫ്റ്റ് താഴോട്ട് വരണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഒന്ന് നിൽക്കണം. ഞാൻ നിൽക്കിയിട്ടുണ്ട്. ഇത് താഴോട്ട് വരുമ്പോൾ നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ സമ്മതിയാവും ഗൈസ്. ഇത് മുകളിലേക്ക് പോകണമെങ്കിൽ പിന്നെയും നിൽക്കണം. ഞാൻ നിൽക്കിയിട്ട് വേഗം അതിൻ്റെ ഉള്ളിൽ കയറി മുകളിലോട്ട് പോകും. ഏറ്റവും മുകൾക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഇത് ഈ ഒരു പെട്ടി ബോക്സ് തുറന്നപ്പോൾ എനിക്ക് അതിൽ കോക്കനട്ട് ഇട്ടിട്ടുണ്ട്, തേങ്ങ. ഇതിലൂടെയാണ് ഏറ്റവും താഴേക്ക് പോകണം. നമുക്ക് ഈ തേങ്ങ മുറിക്കുന്നൊരു മിഷ്യൻ ഉണ്ട്. അത് കിച്ചൺ വഴിയിലൂടെ പോയാൽ പുറത്തെത്തും കേട്ടോ. ഈ ബാക്ക് ഡോർ തുറന്നാൽ നമുക്ക് അവിടേക്ക് എത്തുന്നത് ലോക്കറാണ്. വേഗം തുറക്കണം. ഗ്രാനി വന്നാൽ കിട്ടുന്നത്. ഗ്രാനി ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇതാണ് ആ മെഷീന്. നമുക്കിത് പിടിച്ചിട്ട് കാത്തിയാൽ നമ്മളെ കോക്കനട്ട് പൊളിയും. ഇന്നൊക്കെ ഒരു കോയിനെ കിട്ടിയിട്ടില്ല, കാരണം ഈ ട്രെയിനിൽ പോകുന്ന ടിക്കറ്റാണത്. നേരെ പോയത് ഗ്രാൻഡ് മുന്നിലേക്കാണ്. വേഗം ഈ വീട് ഫുള്ള് ഞാൻ ഓടുകയാണ് ഗ്രാനിയുടെ കയ്യിൽപ്പെടാതെ. പിന്നെ നേരെ പോണ മുകളിലോട്ടാണ്. ഇവിടെ ഇങ്ങനെ പോയി മുകളിലോട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ടെറസിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. കാക്കടയിൽ എന്താ ശരിക്കുള്ളത്, അത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്. അത് നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിസിറ്റി ഉള്ളൊരു സംഭവമാണ്. ആണൊരു എന്താ പറയുക, ഒരു ചെറിയൊരു സ്റ്റോർ റൂം പോലൊരു സംഭവമാണ്. അതിൻ്റെ കീയാണത് ശരിക്കും. അപ്പോൾ അവിടുന്ന് ഗ്രാനി വരുന്നതിനെ കണ്ടും തോന്നുന്നു. ഞാൻ വേഗം ഇതിൻ്റെ ഒരു സ്ഥലമായ ടാബിളിൻ്റെ അടിയിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഗ്രാനി വരുന്നുണ്ടെന്ന് വെച്ചിരിക്കാം. അപ്പോൾ ഗ്രാനിനെ കാണാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും പോവാന്ന് വെച്ചു. ഇവിടെ ഒന്നും ഗ്രാനി ഇല്ല. എന്താ ഈ കട്ടിൻ്റെ അടിയിലാണ് വിളിക്കുന്നത്. ഞാൻ ഗ്രാനി കണ്ടിട്ട് അതാണ് ഞാൻ വേഗം വന്ന് വിളിച്ചത്. ഗ്രാനി വരുന്നുണ്ടോ നോക്കാം. ഗ്രാനിനെ കാണാനൊന്നുമില്ല. അപ്പോൾ ഈ ഷെൽഫ് അലമാരൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒന്നുമില്ല. അപ്പോൾ താഴോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഞാൻ ഇവിടെ കുടുക്കിട്ട് പോയിക്കുണ്ടാവും തളമ. അപ്പോൾ ഗായ്സ് മുറ്റത്ത് നിന്ന് ഇതാ വരുന്നുണ്ട് ആ തള, ഗ്രാനി. അപ്പോൾ ഞാൻ വേഗം സീക്രട്ട് ഒരു സ്ഥലമായി കാണാൻ പോയത്. ഇവിടെ വെച്ച് കൗബാറ അവിടെ ഇട്ടിട്ട് ഒരു പ്ലാങ്ക് ഒരു പാലം ഒരു മരത്തടി ഉണ്ട് ഇവിടെ.
ഇതെന്തിനാ ഉപയോഗിക്കുന്ന വെച്ചൊരു പൊട്ടിയ സ്ഥലമുണ്ട്, അതിൻ്റെ അവിടെ നമുക്ക് വെക്കാവുന്നതാണിത്. പ്ലാങ്ക് എന്നാണ് ഈ പേര്. ഗ്രാനി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രാനി പോയിട്ടുണ്ട്. അവിടെ എന്തായാലും ഒരു കുടുക്കിട്ടിട്ട് പോയിട്ടുണ്ടാവും. ഗൈസ് അവിടെ കുടുക്കിട്ട് പോയിട്ടുണ്ട്. എൻ്റെ കാലിലൊരു തട്ടി ഗൈസ്. പിന്നെ അതാ അവിടുന്ന് ഗ്രാനി അതിനെ കൊന്നു. വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഡേ 2 ആണ്. വേഗം ലോക്ക് തുറക്കാണ്. സംഭവം എടുക്കാൻ പോവാണ്. നമ്മൾ എവിടെ കൊന്നത് അവിടെ തന്നെ നമ്മൾ എടുത്ത സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് തരേണ്ട ആവശ്യമില്ല. നേരെ പോകുന്ന മുകളിലേക്കാണ്. ഇതിൻ്റെ ഉപയോഗം മുകളിലാണ്. ഇവിടെയാണത് ഉപയോഗിക്കേണ്ടത്. ഇവിടെ പ്ലേസ് എന്നുള്ള സംഭവം നിൽക്കാം. അതാവും. ഞാൻ അതേ നടന്നപ്പോൾ നേരെ പോയത് താഴോട്ടാണ്. വേഗം പോയപ്പോൾ അതിൽ ഗ്രാനി അതേനെ എത്തിക്കും. അപ്പോഴത്തേക്കും അവിടെ എത്തിക്കും. ഞാൻ ഇതേ നോക്കി ഗ്രാനിനെ കാണാണ്ടോ. ഗ്രാനിനെ കണ്ടു കേട്ടോ. ആ മോളിൽ തന്നെ കണ്ടതാണ്. ഗ്രാനി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ടാബിൻ്റെ അടിയിൽ വിളിക്കുകയാണ്. കാണാനൊന്നുമില്ല. വേഗം മുകളിലേക്ക് പോവാണ്. ഇവിടെ കൊടുക്കിട്ടുക്കണം. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിയൊക്കെ വേണം പോവാൻ. പാലത്തിൻ്റെ മേലെ വേഗം നടന്നതാണ്. ഈ റൂമിലേക്ക് എത്തിയപ്പോൾ നമുക്ക് ഗേറ്റിൻ്റെ സംഭവമായ ക്രാങ്ക് എന്നാണ് സംഭവമാണത്. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബ്രിഡ്ജ് ക്രാങ്ക് എന്നാണ്. അപ്പോൾ ഗേറ്റിൻ്റെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതിപ്പോൾ പൊന്തി കിടക്കണം. അപ്പോൾ നമുക്ക് താഴ്ത്തണമെങ്കിൽ ഈ ഒരു സംഭവം അവിടെ കൊണ്ടുപോയി വെക്കണം. അതിനെ പതുക്കെ പോയി ഇവിടെ ഫ്യൂസ് വേണം. ഇത് ഓൺ ആവണമെങ്കിൽ ഇലക്ട്രിസിറ്റിയും വേണം. നേരെ ഗ്രാൻഡ് മുന്നേ. അപ്പോൾ ഞാൻ ഇത് പൊട്ടിയ സ്ഥലത്ത് കൂടെ ചാടി നേരെ താഴോട്ടേക്കപ്പോൾ പോകുന്നത്. ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കറക്കിയിട്ടുണ്ട് അവിടെ വെച്ചിട്ട്. അവിടെ ബ്രിഡ്ജ് തന്നെ താഴും. ആ കാണുന്നൊരു സ്റ്റോർ റൂമാണ് നമുക്ക് ശരിക്കും ആവശ്യമുള്ളത്. ഇവിടേക്കൊന്നും ഗ്രാനി വന്നിട്ടില്ല. ഞാൻ ഈ ഒരു മരക്കഷ്ണം എടുത്തിട്ട്, ഈ മരക്കഷ്ണങ്ങളുടെ എന്താ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് കാക്കയുടെ കയ്യിലുള്ള സംഭവം കിട്ടണമെങ്കിൽ നമ്മൾ കാക്കനെ പൊള്ളിക്കണം, എന്നാലേ നമുക്ക് ആ സംഭവം കിട്ടുള്ളൂ. ഈ വിറക് കഷ്ണം നമ്മൾ കാക്ക നിൽക്കുന്ന റൂമുണ്ട്. റൂമിൻ്റെ മുകളിലാണ്. ഒരു എന്തൊക്കെ പറയാം, ഈ സ്നാരപ്പെട്ട ഗ്രാൻഡ് മുന്നിലാണ്. വേഗം പോയി കട്ടിൻ്റെ അടിയിൽ ഒളിച്ചിട്ടുണ്ട്. ഗ്രാനി വന്നിട്ട് പോയി നോക്കി പോയി. പിന്നെയും എന്നെ കണ്ടു. പിന്നെയും ഞാൻ വിളിച്ചു. ഞാൻ വിചാരിച്ചു ഗ്രാനി അടുത്തൊക്കെ വന്നപ്പോൾ കട്ടിൻ്റെ അടിയിൽ കൂടെ നോക്കുന്നു. പക്ഷെ അതുണ്ടായിരുന്നില്ല. സമാധാനം. ഇവിടെ ഒരു കുടുക്കിട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഗ്രാനി പോയിട്ട് കുറച്ചേരം നിന്നു. പിന്നെ നീറ്റ് പോയി ഗ്രാനി പോയെന്ന വിശ്വാസത്തിൽ ഞാൻ മോൾക്ക് പോയതാ. ഇതേനെ ചാടാണ്. എന്നിട്ട് ഇവിടേക്ക് ചാടി ഇതാ കാണുന്ന ഇവിടെയാണ് നമുക്ക് കാക്കനെ വെച്ച് കത്തിക്കാൻ. നമുക്ക് തീപ്പെട്ടി കൂടി കിട്ടണം. ഇനി തിരഞ്ഞെടുക്കണം. ഇവിടെ ഉണ്ടോ നോക്കി. ഇഷ്ടപ്പെടില്ല. ബട്ട് ഇവിടെ ഒരു സംഭവമുണ്ട്, ചെടി. ഗ്രാനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന ഒരു സംഭവമാണ് ആ ചെടി. അടുത്ത് കഴിഞ്ഞാൽ ഗ്രാനിൻ്റെ ഒരു ട്യൂണും ഗ്രാനിൻ്റെ കണ്ണ് ചോദിച്ച് നമ്മൾ കൊല്ലാൻ വരുന്നതൊക്കെയാണ്. ഞാൻ വേഗം എടുത്തൊരു പേടിപ്പെടുത്തുന്ന സൗണ്ടൊക്കെ ഉണ്ട്. ഗ്രാനിനെ കാണാനൊന്നുമില്ല. അത് ഞാൻ വേഗം സെൻട്രീൻ്റെ തൊട്ടിലുണ്ട്. ഇവിടെ നോക്കി ഗ്രാനെ കാണാനൊന്നുമില്ല. സെൻട്രീൻ്റെ തൊട്ടിലുണ്ട്. അവിടെ നമുക്ക് ഈ ചെടീനെ ഇട്ടാൽ സെൻട്രീനെ വരും. ഇതാണ് സെൻട്രീന്. നമുക്കൊരു സംഭവം തരും ഇട്ടത്. അപ്പോൾ തന്നിരിക്കുന്നത് സേഫ് കീ ആണ്. ഇതുകൊണ്ട് എന്താണൊക്കെ ഉപയോഗം എന്നൊക്കെ അറിയത്തില്ല.
എന്തായാലും ഞാനതൊന്ന് വെറുതെ കയ്യിൽ വെക്കുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് എന്തോ ഉപയോഗം എന്നുള്ളവരൊന്ന് പറഞ്ഞു തരണേ, അറിയുന്നവർ. ഞാൻ താഴോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാൻ കിച്ചണിലവിടെ എത്തിയിട്ടുണ്ട്. ഇവിടേക്കൊന്നും ഗ്രാനി ഇതുവരെ വന്നിട്ടില്ല. ഞാൻ തീപ്പെട്ടിപ്പുള്ളി അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. ഇവിടെ ഗ്രാനി കാണാനൊന്നുമില്ല. ഞാൻ വേഗം ഈ റൂം ചെക്ക് ചെയ്ത്, പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലൂടെ ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് തീപ്പെട്ടിപ്പുള്ളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം മുകളിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. മുകളിലോട്ടല്ല, വഴി മാറിയതാണ്. അപ്പോൾ ഇനി സംഭവം വേഗം കത്തിച്ചു. ഞാൻ എന്ത് ചെയ്ത് ഡോറ് തുറന്നിട്ട് മുകൾക്ക് വേഗം പോവാണ്. ഗ്രാനി ഇവിടെ കൊടുക്കുക കിട്ടും. ആ തള്ളക്കഥ പണിയുള്ളൂ. അപ്പോഴത്തേക്കും കാക്ക പോയിട്ടുണ്ട്. ഞാൻ വേഗം ശരിക്കും ഇട്ടു. അപ്പോഴത്തേക്കും അറിയാതെ എൻ്റെ കൈ തട്ടി മെഴുകുതിരി എടുത്തിട്ട് ശരിക്കും താഴോട്ട് പോയി. പിന്നെ അത് ശരിക്കും എടുക്കാൻ വേണ്ടി നമ്മൾ താഴോട്ട് പോകണം. ഇതിനടുത്ത് ചാടിയുള്ള കാര്യം പറയേണ്ട ആവശ്യം, നമ്മൾ ചത്തു എന്ന് തന്നെ പറയാം. ഞാൻ താഴോട്ടാണ് പോയത്. നേരെ പെട്ടത് ഗ്രാൻഡ് മുന്നിലാണ്. സത്യം ഞാൻ പേടിച്ച് ഞാൻ ശരിക്കും വേഗം എടുത്തു. ഇതാ ബ്രിഡ്ജ് നമ്മൾ താന്നിട്ടുണ്ട്. ശരിക്കും വേഗം എടുത്തിട്ട് ഞാൻ വേഗം സ്റ്റോർ റൂം ആ ഒരു ചെറിയൊരു സംഭവത്തേക്ക് ഞാൻ ഇപ്പോൾ പോവുകയാണ്. വേഗം ഈ ഒരു വിൻഡോൻ്റെ ബാക്കിൽ ഒളിച്ച് ഗ്രാനി വരുന്നുണ്ടോയെന്ന് ഞാൻ നോക്കിയപ്പോൾ കാണാനില്ല. വേഗം ഈ വാതിൽ തുറന്നു ഇതിൽ നോക്കിയപ്പോൾ ട്രെയിനിൻ്റെ എന്തൊരു സംഭവമാണ്. ഞാൻ വേഗം ക്യാബിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതിലേക്ക് ഇതുവരെയായിട്ട് ഗ്രാനി ഒന്നും വന്നിട്ടില്ല. ഗ്രാനി മുകളിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ വേഗം നമുക്ക് ആ സംഭവം എടുക്കാം. ഇതൊരു നല്ലൊരു സമയമാണ്. വേഗം ക്യാബിലെടുത്ത് വേഗം സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാനി അപ്പത്തേക്ക് കൊടുക്കുക കേട്ടുപോകും. വേഗം പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. വേഗം അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇത് എവിടെ വെക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. വേഗം ഡോർ ക്ലോസ് ചെയ്തിട്ടില്ല. ഗ്രാനി കണ്ടിട്ട് വന്നാലും വിളിച്ചിട്ട് വേഗം അതാണ് ഫിറ്റ് ചെയ്തിട്ട് സ്വിച്ച് വെക്കുമ്പോഴത്തേക്ക് നല്ല സൗണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ എവിടെ വിളിക്കണമെന്നറിയില്ല. വിളിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ഗ്രാനിയൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ വേഗം കിച്ചൺ വഴി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മുന്നിൽ കൂടെ തന്നെ പോകുന്നത്. പിന്നെ ഗ്രാൻഡിനെ കാണാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും രക്ഷപ്പെടാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താഴോട്ടാണ് ഗ്രാൻഡിൻ്റെ മുന്നിൽ തന്നെ പെട്ട്. ഈ ഡേ 3 ആണ്. നമുക്കിനി 2 ദിവസം കൂടി ഉണ്ട് രക്ഷപ്പെടാനായിട്ട്. എനിക്കിനി വേഗം എല്ലാ കാര്യങ്ങളും ചെയ്താൽ നമുക്ക് വേഗം എസ്കേപ്പ് ആവാം. ബട്ട് അതിന് ഗ്രാനി സമ്മതിക്കുന്നില്ലല്ലോ, അതാണല്ലോ കാര്യം. ഞാൻ ഇവിടുന്ന് ഫ്യൂസ് എടുത്തിട്ടുണ്ട്. ഫ്യൂസ് എടുത്തിട്ട് ഞാൻ മുകൾക്ക് പോവാണ്. ഞാൻ അവിടെ ഇവിടെ നോക്കുന്ന വേഗം പോവാണ്. കാരണം ഗ്രാനി പുറത്തോട്ട് പോയിട്ടുണ്ട്. തക്ക സമയമാണ്. പിന്നെ ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഗേറ്റിൻ്റെ ആ ഭാവം കാണാം. ഇതാക്കി ഞാൻ ഗേറ്റ് നമ്മൾ സ്വിച്ചുമ്പോൾ ഞാൻ ബട്ടണിൽ നിൽക്കി അത് ഗേറ്റ് തുറന്നു. ഐ ആം വെരി ഹാപ്പി ഗൈസ്. അപ്പോൾ ഞാൻ ഇതിൽ രക്ഷപ്പെടാൻ പോവാണ്. ഞാൻ വേഗം ഗ്രാൻഡ് കണ്ടിപ്പെടാതെ വേണം പോവാൻ. ഞാൻ ഇതിൽ ഗ്രാൻഡിക്ക് തോറ്റു കൊടുക്കൂല ഗൈസ്. ഞാൻ പോവാണ് ഗൈസ്. നമുക്ക് ആ ബ്രിഡ്ജിൽ കടന്ന ഗേറ്റ് നമ്മൾ ഒന്നുകൂടി ഒന്ന് തുറന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ഐ ആം വെരി ഹാപ്പി ഗൈസ്. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. അപ്പോൾ ഗ്രാനി അവിടെ പാവട്ടോ. ബൈ ഗ്രാനി, ഞാൻ പോവാണ്. ഞാൻ പോയി. സാൻഡ്രീനി ഉണ്ട് ബാക്കിൽ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.